അങ്ങനെ ICC ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനൽ ഞായറാഴ്ചയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ മത്സരം ന്യൂസിലൻഡും ദക്ഷിണാഫ്രിക്കയും തമ്മിലായിരുന്നു വാശിയേറിയ രണ്ടാം സെമി ഫൈനൽ. അപ്പോൾ നല്ല രണ്ട് ടീമുകളും മികച്ച രീതിയിൽ തന്നെ കളിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു കേട്ടോ. ന്യൂസിലൻഡ് ആയാലും അതുപോലെ തന്നെ ഒപ്പരുതിയ ദക്ഷിണാഫ്രിക്ക ആയാലും നല്ല രീതിയിൽ തന്നെ കളിച്ചു. അവരുടെ ഒരു ചേസിങ്ങും നല്ല രീതിയിൽ തന്നെയായിരുന്നു. പക്ഷേ വിജയം ന്യൂസിലൻഡിന് കൂടെയായിരുന്നു. 50 റൺസിൻ്റെ വിജയമാണ് ന്യൂസിലൻഡ് രണ്ടാം സെമി ഫൈനലിൽ സ്വന്തമാക്കിയത്. അപ്പോൾ അടുത്ത മത്സരം വരുന്നത് ഫൈനലിൽ ന്യൂസിലൻഡും ഇന്ത്യയും തമ്മിലായിട്ട് ഞായറാഴ്ചയാണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിലേക്ക് വരാണെങ്കിൽ ആദ്യമായിട്ട് ഇറങ്ങിയ ന്യൂസിലൻഡ് 362 റൺസാണ് സ്വന്തമാക്കിയത്. നല്ല രീതിയിൽ തന്നെ അവരുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. രവീന്ദ്രനും അതുപോലെ തന്നെ വില്യംസണും അടിച്ച് പറത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. രവീന്ദ്രൻ 108 റൺസും അതുപോലെ തന്നെ വില്യംസൺ 102 റൺസും സ്വന്തമാക്കി. പിന്നീട് ഇറങ്ങിയ ഗ്ലെൻ ഫിലിപ്സും 49 റൺസ് സ്വന്തമാക്കി. അങ്ങനെ ടോട്ടൽ 362 എടുക്കാൻ ന്യൂസിലൻഡിനായി 50 ഓവറിൽ. മറുപടിയായിട്ട് ഇറങ്ങിയ ദക്ഷിണാഫ്രിക്കയും നല്ല രീതിയിൽ തന്നെ കളിച്ചു കേട്ടോ. അവരുടെ ഏറ്റവും ടോപ്പ് സ്കോറായത് ഡേവിഡ് മില്ലറാണ്. 100 റൺസ് അദ്ദേഹം സ്വന്തമാക്കി 67 ബോളിൽ. പക്ഷേ അദ്ദേഹത്തിന് അവസാന നിമിഷത്തിൽ കളി ജയിപ്പിക്കാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന് ഒറ്റയ്ക്കുള്ള പോരാട്ടം തന്നെയായിരുന്നു അവസാനം കാണാൻ സാധിച്ചത്. പക്ഷേ അദ്ദേഹത്തിന് പിന്തുണയായിട്ട് ആരും തന്നെ ഉണ്ടായില്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 50 റൺസ് അകലെ കളി നിർത്തേണ്ടി വന്നു. ന്യൂസിലൻഡിന് 50 റൺസിൻ്റെ വിജയമാണ് ഈ ഒരു മത്സരത്തിനകത്ത് രണ്ടാം സെമി ഫൈനലിലുണ്ടായത്. അങ്ങനെ ഞായറാഴ്ച ഇനി ഫൈനൽ മത്സരം ICC ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനൽ മത്സരം ഞായറാഴ്ച ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ലാസ്റ്റ് മത്സരമാണ്. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. ബൈ.